ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഊർജ്ജസ്വലനായിട്ടുള്ള പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള കേരള നിയമസഭയുടെ ശക്തനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവും പാർട്ടി പ്രസിഡന്റുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി കേരളത്തിലെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി, UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ്, പ്രവർത്തക സമിതി അംഗം പ്രിയങ്കരനായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയപ്പെട്ട പത്തനംതിട്ട MP ആന്റോ ആൻ്റണി, DCC പ്രസിഡന്റ്, പ്രിയങ്കരനായിട്ടുള്ള വേദിയിലെ കുര്യൻ സാർ അടക്കമുള്ള ആദരണീയരായ നേതാക്കൾ, എന്നീ സംഗമത്തിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ പുറപ്പെടാ ശാന്തി മാവേലിക്കര മേമന ഇല്ലത്തെ ഗോവിന്ദൻ നമ്പൂതിരി അവർകൾ, പന്തളം രാജകുടുംബം തന്ത്രി കുടുംബത്തെ ചുമതലപ്പെടുത്തുന്നതുവരെ ശബരിമല ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്ന ജ്യോതി അരയൻ്റെ ചെറുമകൾ, പന്തളം രാജപ്രതിനിധിയുടെ സേനാ നായകൻ പടക്കുറുപ്പ് ശ്രീ നാരായണക്കുറുപ്പ്, 40-ലധികം വർഷമായിട്ട് തിരുവാഭരണ പല്ലക്ക് ചുമക്കുന്ന ശ്രീ വേണുഗോപാൽ, അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട വിജയകുമാർ, അഭിവന്ദരായിട്ടുള്ള ഭക്തജനങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്വാമിയെ ശരണമയ്യപ്പ. തത്വമസി, ഞാനും നീയും ഒന്നാകുന്നു. ദൈവവും ഭക്തനും ഒന്നിച്ചു തീരുന്ന വിശ്വാസ ദർശനത്തിൻ്റെ പുണ്യഭൂമിയായ ശബരിമലയെ കള്ളന്മാരിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞത്തിനാണ് അയ്യപ്പൻ നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ശബരിമലയിൽ നടന്നത് തീവട്ടിക്കൊള്ളയാണ്. ദേവന്റെ സ്വത്ത് സമ്പാദിക്കാനുള്ള, അത് കൊള്ളയടിക്കാനുള്ള ഉപാധിയായി ദേവസ്വം ബോർഡുകളിൽ കാണുന്ന ഒരു സർക്കാരാണ് നിർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്നത്. അത് അത്ഭുതപ്പെടാനില്ല. വിശ്വാസം നമ്മുടെ എല്ലാം മനസ്സിനകത്തുള്ളത്, അത് ദൈവത്തോടുള്ള നമ്മുടെ അചഞ്ചലമായ വിശ്വാസം, ആ വിശ്വാസമാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലേക്ക്, അത് ആരാധനാലയങ്ങൾക്ക്, ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും അവരെല്ലാം എത്തിക്കുന്നത് തീവ്രമായ വിശ്വാസമാണ്. ആ വിശ്വാസം മനുഷ്യ നന്മ പകരുന്നതാണ്. അത് കാരുണ്യപൂർണമായ നടപടികളിൽ നമുക്ക് നൽകാൻ അവസരം നൽകുന്നതാണ്. വിശ്വാസമില്ലാത്തവർ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കണ്ണ് ദൈവത്തെ സംരക്ഷിക്കാനും കാക്കലുമല്ല, ദൈവത്തെ കാക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ സ്വത്ത് കക്കലാണ് എന്ന് അവർ വിചാരിച്ചു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇൻകിലാബ് സിന്ദാബാദ് വിളിക്കുന്നത് പോലെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുന്നവരിൽ നിന്ന് നമുക്ക് കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇത് വളരെ വൈകാരികമായിട്ടുള്ളൊരു സമ്മേളനമാണ്. അയ്യപ്പൻ എല്ലാവരുടെയും ദൈവമാണ്. ശബരിമലയിൽ പോകുന്നതിന് ആർക്കും തടസ്സമില്ല. അവിടെ മുകളിൽ ബാബരസ്വാമിയുടെ പ്രതിനിധിയുണ്ട്. കേരളത്തിൻ്റെ മതേതര മനസ്സിൻ്റെ യഥാർത്ഥ പ്രതീകമാണ്
നമ്മൾ ശബരിമലയിൽ പലപ്പോഴും ദർശിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുണ്യക്ഷേത്രത്തെ, ഈ കാനനക്ഷേത്രത്തെ അതിൻ്റെ പവിത്രതയോടും പരിശുദ്ധിയോടും കാത്തുസൂക്ഷിക്കണമെന്നുള്ളത് കേരളത്തിലെ സമൂഹ മനസ്സിൻ്റെ ആഗ്രഹമാണ്. നിർഭാഗ്യവശാൽ 2019 അത് ലംഘിക്കപ്പെട്ടു. പൂങ്കാവനം സംഘർഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും വേദിയാക്കത്തക്കവണ്ണം ഒരു വെല്ലുവിളിയായി 2 യുവതികളെ അതിലേക്ക് കയറ്റിയിരുത്തി വിപ്ലവം ജയിക്കട്ടെ എന്ന് പറഞ്ഞ സർക്കാർ വിശ്വാസത്തെ വെല്ലുവിളിച്ചു. മുറിവേറ്റ മനസ്സുമായിട്ട് ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. ഈ പുണ്യതീർത്ഥാടന കേന്ദ്രത്തിന്റെ പരിശുദ്ധിയും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം. അത് അവസരമുണ്ടാകത്ത കോണം ആ തെറ്റ് ചെയ്തവർക്ക് തന്നെ ആ തെറ്റുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലുണ്ടായി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. 2019 നിങ്ങൾ ആലോചിച്ച് നോക്കണം. സ്വർണ്ണപ്പാളി എടുത്തിട്ട് അത് ചെമ്പാണെന്ന് മഹസറിൽ രേഖപ്പെടുത്തുക, സ്വർണ്ണപ്പാളിയെ ചെമ്പാക്കി അങ്ങ് പ്രഖ്യാപിക്കുക, ചെമ്പ് കൊണ്ടുപോയിട്ട് സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ട് അത് ചെമ്പാണെന്ന് പ്രഖ്യാപിച്ച് ആ സ്വർണ്ണപ്പാളിക്ക് പകരം ചെമ്പ് പാളി ഉണ്ടാക്കി അതിനെ സ്വർണം പൂശുക, അത് സകലയിടത്തും പ്രദർശന വസ്തുവാക്കി മാറ്റുക. ഇതിന്റെ നാൾ വഴികളിലേക്ക് പോയാൽ 2019 നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, 2019 ജൂലൈ 19 ദ്വാരപാലക ശില്പങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വർണം പൊതിഞ്ഞ കവചങ്ങൾ ഇളക്കിയെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കുന്നു 12 കഷണങ്ങളായി. തിരുവാഭരണം കമ്മീഷണറുടെയോ ദേവസ്വം സ്മിത്തിൻ്റെയോ സാന്നിധ്യമില്ല. മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പ് പാളികൾ എന്നാണ്. അപ്പോൾ തൂക്കം 25 കിലോ 400 ഗ്രാം. എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. തിരുവാഭരം കമ്മീഷനും സ്മിത്തും ചെന്നൈയിൽ പോയി സ്വർണം പൂശിയത് 29/8/2019. തിരികെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് 11/9/2009. എത്ര 55 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ബോർഡ് പ്രസിഡന്റിന്റെ ഉത്തരവിൻ പ്രകാരമാണ് നടപടികൾ. ഇതുതന്നെയാണ് ദ്വാരപാലക ശില്പത്തിന് താഴെയുള്ള സ്വർണം പതിഞ്ഞ തകിടുകളുടെയും കാര്യം. ഇതേ ഫോമാറ്റിൽ ഇത് തന്നെയാണ് ശ്രീകോവിലിന്റെ കതകിന്റെ കട്ടളയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്വർണം പൊതിഞ്ഞ ചെമ്പ് കവചം ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചു കൊടുത്തത്. അത് 42 കിലോ 100 ഗ്രാം ഉണ്ടായിരുന്നു. ഇത് തിരികെ കൊണ്ടുവന്നതായിട്ട് ഒരു രേഖകളും നിലവിൽ കാണപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. 2019 മാർച്ച് 9 ഇത് ആവർത്തിച്ചു. പഴയ കതക് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച് ശ്രീകോവിലിന്റെ പുതിയ കതക് സ്വർണം പൂശി. പുതിയ കതക് ആഘോഷപൂർവ്വം ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം പ്രസിഡന്റ്, മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ശബരിമലയിൽ എത്തിച്ചു. ഇതിനൊന്നും കൃത്യമായ മഹസർ സൂക്ഷിക്കുകയോ നടപടികൾ പൂർത്തീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം നിലക്ക് കേരളത്തിലൊട്ടാകെ ഈ കതകിൻ്റെയും കട്ടളുടെയും ഘോഷയാത്ര നടത്തി. കോട്ടയത്ത് ഇളമ്പള്ളി ക്ഷേത്രത്തിൽ ഈ ഘോഷയാത്ര ചടങ്ങിൽ ദേവസ്വം പ്രസിഡന്റ് തന്നെ പങ്കെടുത്തു. ഇത് 2025 തുടർന്നു. 2025 സെപ്റ്റംബറിലും പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടായി. 2025 തുടങ്ങുമ്പോൾ ഹൈക്കോടതി സജീവമായി പ്രശ്നത്തിൽ ഇടപെട്ടു. ഹൈക്കോടതി പ്രശ്നത്തിൽ സജീവമായി ഇടപെട്ടത് കൊണ്ട് 2025 ശേഷം നടത്തിയതിൽ നടപടിക്രമങ്ങൾ ചിലത് പാലിച്ചിട്ടാണ് മുന്നോട്ട് പോയി. ഹൈക്കോടതിയെ ഭയപ്പെട്ടുകൊണ്ട്. പക്ഷെ അവിടെയും ദേവസ്വം ബോർഡ് മനഃപൂർവ്വമായി ചെയ്ത 2-3 കാര്യങ്ങളുണ്ട്.
പുണ്യം പൂങ്കാവനം പദ്ധതിയിലുണ്ടായ ക്രമക്കേടിന്റെ പേരിൽ ADGPയുടെ ഒരു അന്വേഷണം നടന്നു. അത് ഹൈക്കോടതിയുടെ അന്വേഷണമായിരുന്നു. ആ അന്വേഷണത്തിൽ കൃത്യമായിട്ടും ഈ പോറ്റി വിശ്വസിക്കാൻ കൊള്ളുന്നവനല്ല, ഷേഡി ക്യാരക്ടറാണ്. ഇദ്ദേഹത്തിന്റെ ഇടപാടുകൾ സംശയകരമാണ്. അതുകൊണ്ട് ഈ ഇടപാടുകളിൽ വലിയ വെട്ടിപ്പും തട്ടിപ്പും നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം ADGPയുടെ റിപ്പോർട്ടിനകത്തുണ്ട്. ആ റിപ്പോർട്ട് ഫെബ്രുവരി മാസം 28-ാം തീയതി ഹൈക്കോടതി സർക്കാരിന് നൽകിയതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് ഷേഡി ക്യാരക്ടറാണ്, പച്ച മലയാളത്തിൽ ഭാഷയിൽ പറഞ്ഞത് കള്ളനാണ് എന്നുള്ള റിപ്പോർട്ട് ഹൈക്കോടതി കേരള സർക്കാരിനെ ഏൽപ്പിച്ചത് ഫെബ്രുവരി 28-നാണ്. സർക്കാർ എന്തെങ്കിലും നടപടിയെടുത്തോ? ദേവസ്വം ബോർഡ് നടപടിയെടുത്തോ? ദേവസ്വം ബോർഡ് എടുക്കില്ല. കാരണം 2019 തന്നെ ദേവസ്വം വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം ക്രെഡിബിലിറ്റി ഇല്ലാത്ത, വിശ്വസിക്കാൻ പറ്റാത്ത ആളാണ് എന്ന് ദേവസ്വം വിജിലൻസ് തന്നെ ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉയരുന്ന ചോദ്യം, ദേവസ്വം വിജിലൻസ്, ഹൈക്കോടതി നിശ്ചയിച്ച ADGP, ഇവരൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ പൂഴ്ത്തിവെക്കപ്പെടുന്നു. അത് പുറത്തു വരരുത് എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടാകുന്നു. അതിൽ നടപടി ഉണ്ടാകരുത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നു. ഇതാരാണ് ചെയ്തത്? ഇതാർക്കാണ് ചെയ്യാൻ കഴിയുക? ഒരു വിജിലൻസ് ദേവസ്വം റിപ്പോർട്ട്, ADGP റിപ്പോർട്ട്, അത് പൂഴ്ത്തിവെക്കണമെങ്കിൽ നിങ്ങൾ ധരിക്കുന്നുണ്ടോ സർക്കാർ അറിയാതെ സംഭവിക്കുമെന്ന്? മന്ത്രി അറിയാതെ, സർക്കാർ അറിയാതെ സംഭവിക്കുമെന്ന്? ഇതൊരു കാരണവശാലും സംഭവിക്കില്ല. സർക്കാരിന്റെ അറിവോടുകൂടിയും സർക്കാരിന്റെ മുന്നിൽ കൃത്യമായിട്ട് അറിയാം, വളരെ ഷേഡി ക്യാരക്ടറായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് സാധ്യതയുള്ള ഒരാളിനെയാണ് ശബരിമലയിലെ സ്വത്തുക്കൾ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നറിയാവുന്ന സർക്കാർ ഹൈക്കോടതി ഇടപെടുന്നത് വരെ, അതും കർശനമായ ഭാഷയിൽ ഇടപെടുന്നവരെ ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നത് കള്ളന് ചൂട്ടുപിടിക്കുകയായിരുന്നില്ലേ എന്നുള്ള ചോദ്യം എന്ത് മറുപടി പറയാനുണ്ട് മിസ്റ്റർ പിണറായി? പിണറായി വിജയനോട് പലപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദൈവങ്ങളോട് കളിക്കരുത് എന്ന്.